ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജിയിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പാർട്ട് 2 നോക്കാം. ഓക്കെ, പാർട്ട് 1 നമ്മൾ പ്രീ ഡിസ്കവറി എറ, ദെൻ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പാർട്ട് 1 കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, പാർട്ട് 2 കാണാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ദെൻ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾഡൻ എറയാണ്. ഗോൾഡൻ എറയിൽ വരുന്നത് ലൂയി പാസ്ചർ നമുക്കറിയാം ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി ആണ്. നമ്മുടെ മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. Louis Pasteur conducted a set of experiments that finally disproved the theory of spontaneous generation. That means he proved the theory of biogenesis. അതായത് നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയുടെ കാര്യം. അതായത് ഓൾ ലിവിങ് ഓർഗാനിസംസ് അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്പോണ്ടേനിയസ്ലി ഫ്രം നോൺ ലിവിങ് മാറ്ററിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി, അതിൻ്റെ മറ്റൊരു പേരാണ് തിയറി ഓഫ് അബയോജെനസിസ് എന്ന് പറയുന്നത്. ഈ ഒരു തിയറിനെ എന്ത് ചെയ്യുന്നു? ഡിസ്പ്രൂവ് ചെയ്തിട്ട് തിയറി ഓഫ് ബയോജെനസിസ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിയറി ഓഫ് ബയോജെനസിസ് ആണ് ശരിയെന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് അദ്ദേഹം ഫൈനലി കണ്ടക്ട് ചെയ്തു. എന്തിനാണ് എക്സ്പെരിമെൻറ്റ്സ് അദ്ദേഹം കണ്ടക്ട് ചെയ്തത്? തിയറി ഓഫ് അബയോജെനസിസ് അല്ലെങ്കിൽ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ എന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്യുന്നതിനും പകരം തിയറി ഓഫ് ബയോജെനസിസ് പ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അതായത് എല്ലാ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് അറൈസ് ചെയ്യുന്നത് ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ്. അതാണ് തിയറി ഓഫ് ബയോജെനസിസ്. അതിനെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ് ഹി യൂസ്ഡ് സ്വാൻ നെക്കഡ് ഫ്ലാസ്ക്. അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം യൂസ് ചെയ്തത് ഒരു സ്വാൻ നെക്കുള്ള ഒരു ഫ്ലാസ്ക് ആണ്. അതായത് ഒരു കർവ്ഡ് എൻഡ് ഫ്ലാസ്ക് ലൈക്ക് ദ നെക്ക് ഓഫ് എ സ്വാൻ. ഒരു കർവ്ഡ് എൻഡ് ആയിരിക്കും ഫ്ലാസ്കിന് ഉണ്ടായിരിക്കുക, അതായത് നെക്ക് ഓഫ് സ്വാൻ പോലെ അത് തോന്നിക്കും. ദ ഫ്ലാസ്ക് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലാസ്ക് അലൗഡ് ദി പാസേജ് ഓഫ് എയർ ബട്ട് ഡസ്റ്റ് ആൻഡ് അതർ മൈക്രോബ്സ് ട്രാപ്ഡ് ഇൻ ദി ബെൻറ്റ്. അതായത് ഈ ഫ്ലാസ്ക് അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ എയറിൻ്റെ പാസേജ് അതിലൂടെ നടക്കും, പക്ഷേ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മൈക്രോബ്സ് അതൊക്കെ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു ആ ഫ്ലാസ്കിൻ്റെ ബെൻഡിൽ. വളവുള്ള ഒരു ഭാഗമുണ്ട് ഫ്ലാസ്കിന്, അവിടെ എന്ത് ചെയ്യുന്നു? ഡസ്റ്റ് പാർട്ടിക്കിൾസും മൈക്രോബ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ഗെറ്റ് ട്രാപ്ഡ് എന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഫ്ലാസ്കിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. ഇൻ ഹിസ് എക്സ്പെരിമെൻറ്റ് ഹി പോഡ് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇൻ ടു ഫ്ലാസ്ക്. ആദ്യം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫ്ലാസ്ക് എടുത്തു, അതിലോട്ട് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഒഴിച്ചു. ദെൻ ഹീറ്റഡ് ദി നെക്ക് ഇൻ എ ഫ്ലെയിം ആൻഡ് ഡ്രൂ ഔട്ട് ഇൻ ടു എ സ്വാൻ നെക്ക്ഡ് ഡിസൈൻ വൈൽ കീപ്പിംഗ് ദ എൻഡ് ഓഫ് ദ നെക്ക് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അദ്ദേഹം അവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലാസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ പോർഷനെ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഒരു സാധാ നോർമലായിട്ടുള്ള ഈ ഒരു ടൈപ്പ് സ്വാൻ നെക്ക് പോലെ ആയി മാറി ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്ത സമയത്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഈ നെക്കിൻ്റെ ഈ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സാധാ ഒരു ടൈപ്പ് ഓഫ് ഫ്ലാസ്ക് എന്തായി മാറി? സ്വാൻ നെക്കുള്ള ഫ്ലാസ്ക് ആയിട്ട് മാറുകയും ചെയ്തു. അതിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ. ദെൻ ബോയിൽഡ് ദ സൊല്യൂഷൻ ഫോർ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് അലൗഡ് ദം ടു കൂൾ. അതിനുശേഷം എന്ത് ചെയ്തു? ഈ സ്വാൻ നെക്കിലുള്ള ഈ ഫ്ലാസ്ക് ഉണ്ടല്ലോ, അതിലെടുത്ത സൊല്യൂഷനെ അവരെന്ത് ചെയ്തു? ബോയിൽ ചെയ്തതിന് ശേഷം അത് കൂളാവാൻ വേണ്ടി വെച്ചു. നോ ഗ്രോത്ത് ടുക്ക് പ്ലേസ് ഈവൻ ദോ ദ കണ്ടൻറ്റ് ഓഫ് ദ ഫ്ലാസ്ക് വെയർ എക്സ്പോസ്ഡ് ടു എയർ. പക്ഷേ അത് അവിടെ ഒബ്സർവ് ചെയ്ത സമയത്ത് യാതൊരു വിധത്തിലുള്ള ഗ്രോത്തും അവിടെ ഇല്ല. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഒന്നും അവിടെ ഇല്ല. നോ ബാക്ടീരിയൽ ഗ്രോത്ത് ആണ്. പറയുമ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിട്ടാണ് ഫ്ലാസ്കിൻ്റെ നെക്കിൻ്റെ എൻഡ് പോർഷൻ ഇരിക്കുന്നത്. എന്നിട്ടുകൂടെ എന്തില്ല? യാതൊരു വിധത്തിലുള്ള ഗ്രോത്തും അവിടെ ഉണ്ടായിട്ടില്ല. അതായത് മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഫ്ലാസ്കിലെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ എത്തിയിട്ടില്ല ഇവിടെ.
മൈക്രോ ഓർഗാനിസംസ് വല്ലതും വന്നാലല്ലേ പുതിയ മൈക്രോ ഓർഗാനിസം എന്തെങ്കിലും ജനറേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും അവിടെ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. ഓക്കെ, സോ ഹി കൺക്ലൂഡഡ് ദാറ്റ് അവിടെ എന്തില്ല, യാതൊരു വിധത്തിലുള്ള സ്പോണ്ടേനിയസ്ലി ജനറേഷൻ, അതായത് ലിവിങ് ബ്രോത്ത് ഡിഡിൻറ്റ് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് നോൺ ലിവിങ് ആയിട്ടുള്ള ബ്രോത്ത് ഡിഡിൻറ്റ് സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് ലിവിങ് ഓർഗാനിസം എന്ന് അദ്ദേഹം അവിടെ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പാസ്റ്റർ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് നോ ഗ്രോത്ത് ഒക്വേർഡ് ബിക്കോസ് ഡസ്റ്റും മൈക്രോബ്സും ഹാഡ് ബീൻ ട്രാപ്ഡ് അറ്റ് ദ കർവ്ഡ് ബെഞ്ച്. കണ്ടില്ലേ, ഈ കർവ്ഡ് ആയിട്ടുള്ള ഈ ബെഞ്ചിൽ എന്ത് ചെയ്തു, ഡസ്റ്റ് ആണെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ട്രാപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിട്ടില്ല, ഈ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ബ്രോത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും, അതായത് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്തിട്ടില്ല, സ്പോണ്ടേനിയസ്ലി ജനറേറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. ഇനി അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇഫ് ദ നെക്ക് വെർ ബ്രോക്കൺ, ഒരു പക്ഷേ ഈ നെക്ക് എങ്ങാനും ബ്രോക്കൺ ചെയ്തു പോവുക, പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ ദ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻ ദ ഫ്ലാസ്ക് വിൽ ഗെറ്റ് കോണ്ടാക്ട് വിത്ത് മൈക്രോബ്സ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ എന്ത് സംഭവിക്കും, നെക്ക് ബ്രോക്കൺ ചെയ്തു പോയാൽ ഉറപ്പായിട്ടും ഈ മൈക്രോബ്സും ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് ഈ ഫ്ലാസ്കിലെ ന്യൂട്രിയൻ സൊല്യൂഷൻ കോണ്ടാക്റ്റിൽ വരും. സോ ഇറ്റ് ലീഡ്സ് ടു ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ബൈ ദിസ് എക്സ്പെരിമെൻറ്റ് ഹീ ഡിസ്പ്രൂവ്ഡ് ദ തിയറി ഓഫ് അബയോജനസിസ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താ ചെയ്തത്, സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി അഥവാ അബയോജനസിസ് എന്ന് പറയുന്ന തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തു. എന്നിട്ട് ബയോജനസിസ് തിയറിയെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ എടുത്തിട്ടുള്ളൊരു ഫ്ലാസ്ക് ഫസ്റ്റ് ഹീറ്റിൽ ഫ്ലെയിം ചെയ്തു. ദെൻ ഇറ്റ് ബിക്കെയിം സ്വാൻ നെക്കഡ് ആയിട്ടുള്ളൊരു ഫ്ലാസ്കായി മാറി. അതിനുശേഷം ബ്രോത്ത് ബോയിൽ ചെയ്തു. പക്ഷെ നോ ഗ്രോത്ത് ആണ്. കാരണം ഈ ബെഞ്ചിൽ എന്ത് സംഭവിച്ചു, മൈക്രോ ഓർഗാനിസംസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ട്രാപ്പ് ചെയ്ത് പോയി. സോ നോ ബാക്ടീരിയൽ ഗ്രോത്ത്. അത് ബ്രോക്കൺ ചെയ്ത് പോവുകയാണ്. ഈ ഫ്ലാസ്കിൻ്റെ നെക്ക് പോർഷൻ ബ്രോക്കൺ ചെയ്ത് പോയാൽ എന്ത് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിൾസും മൈക്രോബ്സ് വിൽ ഗെറ്റ് കോണ്ടാക്ട് വിത്ത് ന്യൂട്രിയൻ സൊല്യൂഷൻ, then there will be microorganism growth. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്തിട്ട് ബയോജനസിസ് തിയറിയാണ് ശരി എന്നുള്ളത് പ്രൂവ് ചെയ്യാണ് ചെയ്തത്. ഇതാണ് ലൂയി പാസ്റ്ററിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹമാണ് ഫെർമെൻറ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോളാണ് ബൈ ഈസ്റ്റ്. നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന വൈൻ്റെ ഫോർമേഷൻ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഫെർമെൻറ്റേഷൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിലൊക്കെ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പാസ്ചറൈസേഷൻ ടെക്നിക്, അതായത് ഹീറ്റിംഗ് ഓവർ 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 30 seconds. ഡയറി ഇൻഡസ്ട്രിയിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്ചറൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു സ്റ്റെറിലൈസേഷൻ ടെക്നിക്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ഹോട്ട് എയർ ഓവൻ ആൻഡ് ഓട്ടോക്ലേവ്. അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജേം തിയറി ഓഫ് ഡിസീസ്. ഒരു ജേം തിയറി ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ലൂയി പാസ്റ്ററാണ്. എന്താ ജേം തിയറി ഓഫ് ഡിസീസിൽ പറയുന്നത്, ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദി ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഇൻ ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ അല്ലെങ്കിൽ അനിമൽസിൻ്റെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആരുടെ ആണെങ്കിലും ബോഡിയിൽ മൈക്രോബ്സ് വളരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഡിസീസ് ഉണ്ടാവുന്നത്. ദ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഇൻ ദ ബോഡി. അതാണ് ജേം തിയറി ഓഫ് ഡിസീസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലൂയി പാസ്റ്ററാണ്. ആൻഡ് ഓൾസോ ഹി ഡെവലപ്ഡ് വാക്സിൻസ് ഫോർ റാബീസ് ആൻഡ് ആന്ത്രാക്സ് ബാസില്ലസ്. ഇതിനൊക്കെയുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്ത ആരാണ്, ലൂയി പാസ്റ്റർ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സയൻറ്റിസ്റ്റാണ് ജോൺ ടിൻറ്റൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. ദ ഇംഗ്ലീഷ് ഫിസിസ്റ്റ് ആയിട്ടുള്ള ജോൺ ടിൻറ്റൽ ഡീൽഡ് എ ഫൈനൽ ബ്ലോ ടു സ്പോണ്ടേനിയസ് ജനറേഷൻ ഇൻ 1877 ബൈ പ്രൊവൈഡിങ് ദി എവിഡൻസ് ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഫോംസ് ഓഫ് ബാക്ടീരിയ. അതായത് ഈ ഒരു സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിക്ക് അവസാനമായിട്ട് ഒരു എൻഡിങ് കൊടുത്തത് ആരാണ്, ജോൺ ടിൻറ്റൽ എന്ന് പറയുന്നത്
പറയുന്ന സയൻറ്റിസ്റ്റാണ്. ബൈ പ്രൊവൈഡിങ് ദ എവിഡൻസ്, അദ്ദേഹം കൊടുത്തത് എന്ത് എവിഡൻസാണ് അദ്ദേഹം കൊടുത്തത്? ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഫോം ഓഫ് ബാക്ടീരിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ എവിഡൻസ് കൊടുത്തിട്ടാണ്, എക്സ്പെരിമെൻറ്റിലൂടെ എവിഡൻസ് കൊടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിക്ക് ഫൈനലായിട്ടുള്ളൊരു ബ്ലോ കൊടുത്തത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ടിൻറ്റലൈസേഷൻ വരുന്നുണ്ട്. ടിൻറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫോർ 5 ടൈംസ് ക്യാൻ കിൽ ദ എൻഡോസ്പോർസ്. അതായത് റിപ്പീറ്റായിട്ട് ഹീറ്റ് ചെയ്യും കൂൾ ചെയ്യും ചെയ്യുക. ഫോർ 5 ടൈംസ് ഒക്കെ ഹീറ്റ് ചെയ്യും കൂൾ ചെയ്യും ചെയ്താൽ അതിന് എൻഡോസ്പോർസിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കില്ലിങ് എൻഡോസ്പോർസ് ആണ് ബൈ ടിൻറ്റലൈസേഷൻ. ഇത് കൊണ്ടുവന്നതും ജോൺ ടിൻറ്റലാണ്. ഇനി ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനാൻഡ് കോൺ ഡിസ്കവേർഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയൽ എൻഡോസ്പോർസ് ഉണ്ടെന്ന്. അതായത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ജോൺ ടിൻറ്റൽ പറഞ്ഞു. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ എൻഡോസ്പോർസിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് ഡിസ്കവർ ചെയ്തതാണ് ഫെർഡിനാൻഡ് കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാക്ടീരിയൽ എൻഡോസ്പോർസിനെ നമുക്ക് എങ്ങനെ കില്ല് ചെയ്യാൻ പറ്റും? റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫോർ 5 ടൈംസ്. അതാണ് എന്ത്? ടിൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റോബർട്ട് കോച്ച് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹി എക്സ്പെരിമെൻ്റലി പ്രൂവ് ദ ജേം തിയറി ഓഫ് ഡിസീസ്. നമ്മൾ പറഞ്ഞു ലൂയി പാസ്റ്റർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ജേം തിയറി ഓഫ് ഡിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദി ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ഇൻ ദ ബോഡി. പക്ഷേ അതിനെ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ആരാണ്? റോബർട്ട് കോച്ചാണ് എക്സ്പെരിമെൻ്റലി അതിനെ പ്രൂവ് ചെയ്തത്. ഹി ഗാവ് ദ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ദാറ്റ് ദ ബാക്ടീരിയ കോസ് ഡിസീസ് ബൈ ദ സ്റ്റഡി ഓഫ് ആന്ത്രാക്സ്. അദ്ദേഹമാണ് എന്തിനെ കുറിച്ചിട്ടുള്ള ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ തന്നത്? ഡിസീസ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയയാണ്. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്തത് ആന്ത്രാക്സിലാണ്. ഓക്കെ, ആന്ത്രാക്സിൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു ബാക്ടീരിയയാണ് എന്ത് ചെയ്യുന്നത്? ഡിസീസ് കോസ് ചെയ്യുന്നത്. 1876 അദ്ദേഹം എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആന്ത്രാക്സ് ആൻഡ് ബാസില്ലസ് ആന്ത്രാസിസ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്തു? അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1876. അതുപോലെ തന്നെ അദ്ദേഹം എന്തും കണ്ടുപിടിച്ചിട്ടുണ്ട്? ട്യൂബർക്കുലോസിസ് കോസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. കോളറ കോസ് ചെയ്യുന്നത് വിബ്രിയോ കോളറയാണ്. ഇതും അദ്ദേഹം തന്നെയാണ് കണ്ടുപിടിച്ചത്. ഈ ക്രൈറ്റീരിയാസ് അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആന്ത്രാക്സ് ആൻഡ് ബാസില്ലസ് ആന്ത്രാസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആൻഡ് വിബ്രിയോ കോളറെ ആൻഡ് കോളറെ, ഈ ക്രൈറ്റീരിയാസ് ഒക്കെ യൂസ്ഡ് ബൈ കോച്ച് ആണ് ഫോർ പ്രൂവിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് സ്പെസിഫിക് ഡിസീസ് നോൺ ആസ് കോച്ച് പോസ്റ്റുലേറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു മൈക്രോ ഓർഗാനിസം ഏതാണ്, അത് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഫൈൻഡിങ്സ് ഒക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. ഓരോ ഡിസീസ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഏജൻറ്റ് ഏതാണെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു മൈക്രോ ഓർഗാനിസും സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1884. ഇവിടെ അദ്ദേഹം യൂസ് ചെയ്തത് മൈസിനെയാണ്. മോഡൽ ഓർഗാനിസമായിട്ട് അദ്ദേഹം ഇവിടെ മൈസിനെ ആയിരുന്നു യൂസ് ചെയ്തത്. ഓക്കെ, ഇനി കോച്ച് പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ എവറി കേസ്. ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാലും, എവറി കേസ് ഓഫ് ഡിസീസ്, അതായത് ഏതൊരു ഡിസീസ് ഉള്ള ഒരു കേസ് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കണം? അവിടെ ആ സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസം, നമ്മൾ ആ രോഗം വരുത്തി എന്ന് സംശയിക്കുന്ന മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു മൈസിൽ രോഗം കണ്ടു. അപ്പോൾ മൈസിൽ രോഗം കണ്ടപ്പോൾ എന്തുണ്ടായിരിക്കണം? ആ മൈസിൽ ആ രോഗകാരി എന്ന് വിചാരിക്കുന്ന ആ ഒരു മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ്. ആ ഒരു മൈക്രോ ഓർഗാനിസം അവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഡിസീസ്ഡ് ആയിട്ടുള്ള അനിമലിലോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്തോ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടായിരിക്കണം? ആ ഡിസീസ് കോസ് ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ്. അതാണ് സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ എവറി കേസ് ഓഫ് ദ ഡിസീസ് ബട്ട് ആബ്സെൻറ്റ് ഫ്രം ഹെൽത്തി ഓർഗാനിസം. പക്ഷേ ആ മൈക്രോ ഓർഗാനിസം ഒരു ഹെൽത്തി ഓർഗാനിസത്തിൽ ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. അതായത് ഡിസീസ് ആരിലാണോ അവരിൽ ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടാവണം. ഹെൽത്തി ഓർഗാനിസത്തിൽ ആ മൈക്രോ ഓർഗാനിസം ആബ്സെൻറ്റും ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ്
പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് ആൻഡ് ഗ്രോൺ ഇൻ എ പ്യുവർ കൾച്ചർ. ഇനി ആ നമ്മൾ സംശയിക്കുന്ന ആ മൈക്രോ ഓർഗാനിസം ഡിസീസ് കോസ് ചെയ്തു എന്ന് നമ്മൾ സംശയിക്കുന്ന ആ സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസം നമ്മൾക്ക് അവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാനും പറ്റണം, ഒരു പ്യുവർ കൾച്ചറിൽ അത് ഗ്രോൺ ചെയ്യാൻ വളർത്താനും സാധിക്കണം. അങ്ങനത്തെ ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കണം അത്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി മസ്റ്റ് ബി ഐസൊലേറ്റ് ചെയ്തെടുക്കാനും പറ്റണം, അതുപോലെ തന്നെ അതൊരു പ്യുവർ കൾച്ചറിൽ ഗ്രോൺ ചെയ്യാനും പറ്റണം. ദ സെയിം ഡിസീസ് മസ്റ്റ് റിസൾട്ട് വെൻ ദ ഐസൊലേറ്റഡ് മൈക്രോ ഓർഗാനിസം ഈസ് ഇനോക്കുലേറ്റഡ് ഇൻ ടു എ ഹെൽത്തി സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഇനി ഐസൊലേറ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമ്മൾ പ്യുവർ കൾച്ചറിൽ ഗ്രോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മളൊരു ന്യൂ ഹോസ്റ്റിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് മുൻപ് വരുത്തിയിട്ടുള്ള ആ സെയിം ഡിസീസ് തന്നെ ഈ ന്യൂ ഹോസ്റ്റിലും അത് വരുത്തണം. ആ സെയിം ഡിസീസ് തന്നെ ആയിരിക്കണം ന്യൂ ഹോസ്റ്റിലും അത് കോസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതായത് സെയിം ഡിസീസ് ആയിരിക്കണം വീണ്ടും അത് റിസൾട്ട് ചെയ്യുന്നത് നമ്മൾ ഐസൊലേറ്റഡ് മൈക്രോ ഓർഗാനിസംസിനെ പുതിയൊരു ഹെൽത്തി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ദ സെയിം മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് അഗെയിൻ ഫ്രം ദ ഇനോക്കുലേറ്റഡ് ഡിസീസ്ഡ് ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഹോസ്റ്റിലോട്ടാണോ കടത്തിവിട്ടത്, ഒരു സസെപ്റ്റബിൾ ഹോസ്റ്റിലോട്ട് നമ്മൾ കൊടുത്തല്ലോ, അപ്പോൾ ആ ഹോസ്റ്റ് എന്തായി? ഡിസീസ്ഡ് ആയി. ദെൻ ഇനി ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്ന് ആ സെയിം ഓർഗാനിസം എന്ത് ചെയ്യണം? മസ്റ്റ് ബി ഐസൊലേറ്റഡ് എഗെയിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഹോസ്റ്റിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്തപ്പോൾ ആ ഹോസ്റ്റ് ഡിസീസ്ഡ് ആയി. ഇനി ഈ ഡിസീസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്ന് വീണ്ടും ആ സെയിം ഓർഗാനിസം തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത് ലാസ്റ്റ് പോസ്റ്റുലേറ്റ്. ദ സെയിം മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് എഗെയിൻ ഫ്രം ദ ഇനോക്കുലേറ്റഡ് ഡിസീസ്ഡ് ഹോസ്റ്റ്. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു കേസിൽ എപ്പോഴും സസ്പെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം പ്രസൻ്റ് ആയിരിക്കണം. ആ സസ്പെക്റ്റഡ് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാനും പറ്റണം, ഒരു പ്യുവർ കൾച്ചറിൽ ഗ്രോൺ ചെയ്യാനും പറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഐസൊലേറ്റ് ചെയ്തിട്ട് ഗ്രോൺ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഒരു ഹെൽത്തി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഹോസ്റ്റിലോട്ട് ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അത് ഏത് അസുഖമാണോ കാണിച്ചിരുന്നത് ആ സെയിം ഡിസീസ് തന്നെ ഈ ഹെൽത്തി സസെപ്റ്റബിൾ ഹോസ്റ്റിലും കാണിക്കണം. എന്നിട്ട് ഈ ഹെൽത്തി സസെപ്റ്റബിൾ ഹോസ്റ്റിൽ നിന്ന് നമുക്ക് ആ സെയിം ഹെൽത്തി ആയിട്ടുള്ള സസെപ്റ്റബിൾ ഹോസ്റ്റ് ആയിരുന്നു, അവർ ഡിസീസ്ഡ് ആയി. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഈ സെയിം മൈക്രോ ഓർഗാനിസം മസ്റ്റ് ബി ഐസൊലേറ്റഡ് എഗെയിൻ ഫ്രം ഇനോക്കുലേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റ്. അതായത് ഇനോക്കുലേറ്റ് ചെയ്തപ്പോൾ ആ ഹോസ്റ്റ് ഡിസീസ്ഡ് ആയി മാറി. അപ്പോൾ ഇനോക്കുലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്ഡ് ഹോസ്റ്റിൽ നിന്നും ആ സെയിം ഓർഗാനിസം തന്നെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം വീണ്ടും. ഓക്കെ, ഇത്രയാണ് കോച്ച് പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു 4 സയൻറ്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും നോക്കാം. ഫസ്റ്റ് പറയുന്നത് എഡ്വാർഡ് ജെന്നർ ആണ്. ഹിസ് എ ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, ഡിസ്കവേർഡ് ദി പ്രോസസ് ഓഫ് വാക്സിനേഷൻ. അതുപോലെ ജോസഫ് ലിസ്റ്റർ ഉണ്ട്, ഫാദർ ഓഫ് ആൻറ്റിസെപ്റ്റിക് സർജറിയാണ്. ആൻഡ് ഹീ പേവ്ഡ് ദ വേ ടു സേഫർ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയർ, അതായത് ആൻറ്റിസെപ്റ്റിക് പ്രോസസ്സൊക്കെ സർജറിയിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോൾ എർലിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഹീ ഈസ് എ നൊബേൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. മെഡിസിനിലാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1908. ആൻഡ് ഹീ വർക്ക്ഡ് ഇൻ എമർജിംഗ് ഫീൽഡ് ഓഫ് ആൻറ്റിടോക്സിൻ ആൻഡ് കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? പെനിസിലിൻ, അതായത് ഫസ്റ്റ് ട്രൂ ആൻറ്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി വരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം രണ്ടും കംപ്ലീറ്റ് ഉണ്ട്. ഫസ്റ്റ് ടു ലാസ്റ്റ് വരേണ്ടത് ഫുൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടാണ് ഇത് കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതണം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ, ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.